എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആലോചിക്കണേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ആലോചിക്കണേ. ഇപ്പൊ നോക്കുമ്പോ അൽഹംദുലില്ലാഹ് നല്ല ആരോഗ്യമുണ്ട്, നല്ല മസിൽ പവർ ഉണ്ട്, നല്ല മസിൽ പവർ ഉണ്ട്. ആരെയും വെല്ലുവിളിക്കാനുള്ള കരുത്തുണ്ട്, ആരോടും കയർത്ത് സംസാരിക്കാനുള്ള ആവേശമുണ്ട്. ഏത് പാതിരാ സമയത്ത് എവിടെയും ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഉണ്ട്. ഒന്നാലോചിക്കണേ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്നുള്ള വിളിയാളം കേൾക്കുമ്പോൾ അസ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ഉത്തമം നിസ്കാരമാണെന്നുള്ള വിളിയാളം കേൾക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ മടിയുള്ള ചെറുപ്പക്കാരാ, അതിനുത്തരം കൊടുക്കാൻ മടിയുള്ള പെങ്ങളെ ഒന്നാലോചിച്ചോ ചെറുപ്പക്കാരാ. ആ നിസ്കാരത്തിന് വേണ്ടി നീ തയ്യാറെടുപ്പ് നടത്താതെ നീ പോകുന്നത് എങ്ങോട്ടാ? നീ ജിംനേഷ്യത്തിലേക്ക് പോവുകയാ ചെറുപ്പക്കാരാ. നിനക്കവിടെ തണുപ്പ് പ്രശ്നമല്ല, നിനക്കവിടെ സമയം പ്രശ്നമല്ല, നിനക്കവിടെ ഉറക്കം പ്രശ്നമല്ല. എന്താണ് കാരണമെന്നറിയുവോ? അവന്റെ ബാഹ്യ ശരീരത്തെ മാത്രമാ അവന്റെ ശ്രദ്ധ. അവൻ ജിംനേഷ്യത്തിലേക്ക് പോയിട്ട് അതാ ടെമ്പിൾസുകൾ, എത്രയോ വെയിറ്റുള്ള ടെമ്പിൾസുകൾ, അതെടുത്ത് പൊക്കാൻ ഒരു മടി അവനില്ല. എത്ര വലിയ പുഷപ്പ് ചെയ്യാനും അവനൊരു പ്രശ്നവും ഇല്ല. എന്തെല്ലാം രൂപത്തിലുള്ള പുള്ളപ്പുകൾ ചെയ്യാനും അവനൊരു മടിയില്ല. ഏതൊക്കെ രൂപത്തിലുള്ള എക്സർസൈസ് ചെയ്യാനും അവനൊരു മടിയില്ല. അവനെടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് വരുമ്പോൾ മറ്റുള്ള ആളുകളുടെ സഹായത്തോടുകൂടി വളരെ പ്രയാസപ്പെട്ട് വെയിറ്റ് വെക്കാനോ അവനൊരു മടിയില്ല. കാരണം അവന്റെ കണ്ണു മുമ്പിലുള്ള കണ്ണാടിയിലൂടെ അവന്റെ ട്രൈസെപ്സ് ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ, അവന്റെ ബൈസെപ്സ് ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ, അവന്റെ വിങ്സും ഫോറാമും ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും ഒക്കെ ഇങ്ങനെ ലെവലായി വരുമ്പോൾ അവന്റെ ഹൃദയാന്തരാളത്തിൽ ആവേശമാ. കാരണം ഇത്രയും നല്ല ബോഡി, ഫിറ്റായ ബോഡി, ആ ബോഡിയിൽ ഞാൻ ടൈറ്റ് ഫിറ്റ് ഉള്ളതായ ഒരു ബനിയനും ഇട്ടുകൊണ്ട്, ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട്, എന്റെ അതാ 220 ഓൾട്രേഷൻ ചെയ്ത ബൈക്കിലോ ഞാൻ ഇങ്ങനെ ഒന്ന് പോയി കിടന്നാൽ, എന്റെ രണ്ട് കൈയൊന്ന് വിരിച്ചു വെച്ച് കിടന്നാൽ, എന്നെ നോക്കാത്ത ആരാ, എന്നെ ശ്രദ്ധിക്കാത്ത പെണ്ണേതാ? ഏത് ബസ് സ്റ്റോപ്പിൽ ഞാൻ പോയാലും എന്നെ നോക്കാത്ത ആരാ? ഏത് ക്യാമ്പസിൽ പോയാലും ഞാനൊരു വില്ലനാണെന്ന് ചിന്തിക്കാത്തതാരാ? ഒന്നാലോചിക്കു പൊന്നുമോര്, നിന്റെ റൂട്ട് എങ്ങോട്ടാ പൊന്നുമോര്? നിന്റെ ലക്ഷ്യം എങ്ങോട്ടാ പൊന്നുമോര്? നിന്റെ രീതി ഏതാ പൊന്നുമോര്? നീ സ്വീകരിക്കുന്ന മാതൃക ആരുടേതാ പൊന്നുമോര്? നീ ആരെ കണ്ടാ പഠിക്കുന്നത് പൊന്നുമോര്? നീ വിശുദ്ധമായ ഖുർആനിനെ മറന്നില്ലടാ, നീ അല്ലാഹുവിന്റെ കലാമിനെ മറന്നില്ലടാ, നീ ഹബീബായ പ്രവാചകനെന്ന ആരും കൊതിക്കുന്ന നേതൃത്വത്തെ മറന്നില്ലടാ, ഈ ലോകത്തിന്റെ അമ്പിളിത്തിങ്കള് വരച്ചു കാട്ടി തന്ന പാതയെ മറന്നില്ലേ ചെറുപ്പക്കാരാ? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഈ റൂട്ടിൽ പോയാൽ നിനക്ക് സ്വർഗത്തിന്റെ തീരത്തെത്താമെന്ന് പറയുമ്പോൾ, മറിച്ച് വലാലത്തിന്റെ വഴിയെ നീ പോയാൽ നീ എത്തിപ്പെടുന്നത് എവിടെയാ? നീ നരകാഗ്നിയിലാ എത്തിപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, ഉലൈകല്ലദീന ഇശ്തറൗ വലാലത മിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. എത്ര വ്യക്തമായിട്ടാ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ, അവന് കിട്ടിയ ഹിദായത്തുണ്ടല്ലോ, സ്വർഗം വാങ്ങാനും തമ്പുരാനും തന്ന പ്രകാശമുണ്ടല്ലോ, അമൂല്യമായ സമയമുണ്ടല്ലോ. ആ സമയത്തെ അവൻ വിൽക്കുകയാ, അതിനെ വിറ്റുകൊണ്ട് വാങ്ങുന്നത് ഏതാ? വലാലത്ത. ഉലൈകല്ലദീന ഇശ്തറൗ വലാലത ബിൽ ഹുദാ. ഹുദയ്ക്ക് പകരം വാങ്ങുന്നത് വലാലത്ത. ഒരിക്കലും ആ ബിസിനസ് ലാഭകരമല്ല, നട്ടത്തിലാണെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ കാനൂ മുഹ്തദീൻ. അവർക്കൊരിക്കലും സന്മാർഗം കിട്ടൂല, അവനൊരിക്കലും ഹിദായത്തിന്റെ പ്രകാശം അവന് ലഭിക്കൂല. അതുകൊണ്ട് ആലോചിച്ചോ, ഉണർന്ന് ചിന്തിച്ചോ ചെറുപ്പക്കാരാ, നീ കടന്നു വന്നത് എവിടെ നിന്നാണെന്നറിയുവോ? നീ കടന്നു വന്നത് ആദ്യം ആലമുൽ അർവാഹിൽ നിന്നാ. എല്ലാവരും ആലോകര് മുഴുവനും നമ്മുടെ ഈ നാട് അൽഹംദുലില്ലാഹ് എത്ര സന്തോഷവാ സഹോദരങ്ങളെ. ഇവിടെ മതത്തിന് ഇവിടെ എല്ലാ മതക്കാരും ഒന്നിച്ചൊരുമിച്ച് കൈപിടിച്ചു പോകുന്ന നാടാ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും
സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളെ പോകുന്നവരാ. ഇവിടെ സംഘടന പ്രശ്നങ്ങളില്ലാത്ത മനസ്സോടെ ഇണങ്ങിയിട്ടുള്ള നാടാ, അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ള നാടാ. അവന്റെ അടിമകൾ ഒന്നിച്ച് സന്തോഷിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന സമാധാനത്തോടെയും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും പോകുമ്പോൾ ഈ നാടിനെ പടച്ചവൻ പരിഗണിച്ചതിന്റെ പ്രത്യേകതയാ, മറന്നു പോകണ്ട. അള്ളാഹു അതിൽ നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു അതിൽ നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടിയില്ലടോ. എല്ലാവരോടും നമ്മുടെ ഉടമസ്ഥൻ സിട്ടാവായ സർവേശ്വരനായ ദൈവം തമ്പുരാൻ ചോദിക്കുകയാ, അലസ്തു ബി റബ്ബിക്കും. അന്ന് ബോഡിയില്ല, ആത്മാവ് മാത്രമുള്ള ലോകവാ. നമ്മുടെ മുഴുവൻ ലോകരുടെ എല്ലാ മനുഷ്യരും മതമുള്ളവനും മതമില്ലാത്തവനും മുഴുവൻ മനുഷ്യരുടെ ആത്മാക്കളോട് അല്ലാഹു ചോദിക്കുകയാ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാലു, അവരെല്ലാവരും കൂടി പറഞ്ഞു, അതെ, ഞങ്ങൾ നിന്റെ അടിമകളാ, ഞങ്ങളുടെ റബ്ബാ നീ, ഞങ്ങൾക്ക് സംശയമില്ല. നമ്മൾ കണ്ടുമുട്ടിയ ഓർമ്മയില്ലാത്തൊരു ലോകവാ. മറ്റൊരു ലോകമുണ്ട്, മറന്നു പോകണ്ട. മാതാവിന്റെ ഗർഭാശയം എന്ന് പറയുന്ന രണ്ടാമത്തെ ലോകവാ. ഒന്നാലോചിക്കണേ, ആ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്ന സമയം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അഹങ്കാരഭാവത്തോടെ ആഭാസം കാണിച്ച് അന്യപുരുഷന്മാര് തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലൂടെ ചാഞ്ഞും ചരുങ്ങും നടക്കുന്ന പെങ്ങള്, വലിയ ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കുന്ന പെങ്ങള്, ടൈറ്റ് ഫിറ്റ് വസ്ത്രമിട്ട് നടക്കുന്ന പെങ്ങള്, യേശുദാസ് ജീൻസ് വേണ്ട എന്ന് പറഞ്ഞപ്പോ യേശുദാസിനെ പ്രതികരിക്കാൻ ആയിരക്കണക്കിന് മീഡിയകളും ആളുകളുമുണ്ടോ? എന്നാൽ പെണ്ണന്മാരെ, നിങ്ങൾ മാന്യമായിട്ട് നടക്കണമെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ സമയമുള്ളതോ? ആർക്കാണ് ഇവിടെ സമയമുള്ളതോ? ആർക്കാണ് ഇവിടെ സമയമുള്ളത്? സഹോദരങ്ങള്, ഡോക്ടർ അജിത് കുമാർ എന്ന് പറയുന്ന അഭ്യസ്തവിദ്യനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗവൺമെന്റ് സെലക്ട് ചെയ്ത മനുഷ്യനാ ഡോക്ടർ അജിത് കുമാർ. അദ്ദേഹത്തിനോട് നമുക്ക് ബഹുമാനമുണ്ട്. കാരണം എന്താണെന്നറിയുവോ? നമ്മുടെ പ്രിയപ്പെട്ട ക്യാമ്പസിലെ മക്കൾ കലാലയങ്ങളിലെ കുരുന്നുകൾ, വലുതും ചെറുതുമായ കുരുന്നുകൾ വഴിവിട്ട ജീവിതം നടത്തിയപ്പോൾ നമ്മുടെ സർക്കാർ ചെലവിൽ തന്നെ ഒരാളിനെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സെലക്ട് ചെയ്തു. ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ ഡോക്ടർ അജിത് കുമാർ. അദ്ദേഹം കോളേജിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള കോളേജ് ക്യാമ്പസുകൾ അദ്ദേഹം കടന്നു വന്നു. ഒരു കോളേജ് ക്യാമ്പസിൽ അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികളെ നിങ്ങളൊന്നൊതുങ്ങണം, പെൺകുട്ടികളെ നിങ്ങളൊന്നൊതുങ്ങണം, നിങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫെമിനിസം തലയ്ക്ക് പിടിച്ചൊരു പെണ്ണ് അവിടെ എഴുന്നേറ്റ് വന്നുകൊണ്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തില്ലേ? അതിനെ ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ വന്നില്ലേ? അവളെ പൊക്കിപ്പിടിക്കാൻ മാധ്യമങ്ങൾ വന്നില്ലേ? പീഡിപ്പിക്കപ്പെടുന്ന, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന, അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ ക്രൂരമായി പീഡനങ്ങൾ കേണ്ടി വരുന്ന പെണ്ണന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരാരാ? അവരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ കർശനമായ നിലപാടെടുക്കുന്നവരാരാ? ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടുവന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കുറിച്ചാ. നമ്മൾ ആരായിരുന്നു? ഇപ്പൊ ആരോഗ്യമുള്ളവരാ, നമ്മൾ തന്റെ ഇടവുള്ളവരാ, നമ്മൾ മസിൽ പവർ ഉള്ളവരാ? ആ രണ്ടാമത്തെ ലോകമാകുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് നാം പ്രസവിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാവുന്ന ഒരൊറ്റ പ്രവൃത്തി ഏതാ? നിലവിളിക്കാൻ അറിയാം, മറ്റൊന്നും അറിയില്ല. കരയാൻ മാത്രം അറിയാം, മറ്റൊന്നും അറിയില്ല. പടച്ച തമ്പുരാന് കഴിവില്ലടോ? അള്ളാഹുവിന് കഴിവില്ലേ? ഓരോ കുഞ്ഞുങ്ങളും പ്രസവിക്കപ്പെടുമ്പോൾ മുഴുവൻ മനുഷ്യ കഴിവുകളും ആ കുഞ്ഞിന് കൊടുക്കാൻ കഴിവുള്ളവനാ നമ്മുടെ സർവേശ്വരനായ തമ്പുരാൻ. പക്ഷേ പടച്ചവൻ ഘട്ടം ഘട്ടമായിട്ടാ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഒരു മൃഗത്തിന് കൊടുത്ത കഴിവുണ്ടോ? ഒരു പശുക്കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ അതിന്റെ അമ്മയുടെ അടുത്തേക്ക് ആരും കൊണ്ടുപോകണ്ട, എഴുന്നേറ്റ് പോയി പാല് കുടിക്കുകയാ. ഒരു കുളത്തിലേക്കോ ഒരു പുഴയിലേക്കോ എടുത്തിട്ടാൽ അവിടെ കിടന്ന് നീന്തുകയാ. ആര് പഠിപ്പിച്ചു? അമ്മയുടെ അകിട് അവിടെയാണെന്ന് ആര് പഠിപ്പിച്ചു? വെള്ളത്തിൽ നീന്താൻ ആര് പഠിപ്പിച്ചു? സഹോദരങ്ങള്. അന്നമന്വേഷിക്കാൻ ആര് പഠിപ്പിച്ചു? സഹോദരങ്ങള്. എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞ് പിറന്നു വീടുമ്പോ ആകെ അറിയുന്ന ഒരു പ്രവർത്തനം ഏതാ? കരയാൻ അറിയാം, നിലവിളിക്കാൻ അറിയാം. നജസേതാണെന്നറിയുന്നില്ല, തഹൂറേതാണെന്നറിയുന്നില്ല, നല്ലതേതാണെന്നറിയുന്നില്ല, പൊള്ളുന്നതേതാണെന്നറിയുന്നില്ല, തണുപ്പുള്ളതേതാണെന്നറിയുന്നില്ല. ഒന്നും അറിയാതെ കടന്നു വന്നു. ബാല്യത്തിലൂടെ, യൗവനത്തിലൂടെ, കൗമാരത്തിലൂടെ യുവത്വത്തിലേക്ക് കടന്നു വന്നു. എന്തിനാ ചെറുപ്പക്കാരാ അല്ലാഹു ഘട്ടം ഘട്ടമായി വളർത്തിയത്? അഹങ്കരിക്കാതിരിക്കാൻ
ആലോചിക്കാനാ പൊന്നുമോനെ. നാം കടന്നു വന്ന പാതയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനാ പൊന്നുമോനെ. ഒരു കഴിവുമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാനാ ഒരൊറ്റ യുവത്വമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അത് നീ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അന്യപുരുഷന്മാരെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തീർക്കാനുള്ളതല്ല. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കാനുള്ളതല്ല. നിന്റെ പ്രിയപ്പെട്ട മക്കളെ വഞ്ചിച്ചു പോകാനുള്ളതല്ല. നരകം വിലക്ക് വാങ്ങാനുള്ളതല്ല പെങ്ങള്. നരകം വിലക്ക് വാങ്ങാനുള്ളതല്ല പെങ്ങള്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു യുവതിക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും കൊടുത്തിട്ടുള്ളത് അവരുടെ ഭർത്താക്കന്മാരോട് മറന്നു പോകണ്ട. ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറയുകയാ, മറ്റൊരു വിഷയത്തിലേക്ക് പോകാനുള്ള സമയമില്ല. ഒന്ന് സൂചിപ്പിക്കുകയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർ, എന്റെ ഉമ്മമാർ, എന്റെ സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയുകയാ. ഏറ്റവും കൂടുതൽ കടമയും കർത്തവ്യമുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടാ മറന്നു പോകണ്ട. ആ ഭർത്താക്കന്മാരിൽ തന്നെ ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാ? ഭർത്താക്കന്മാരിൽ തന്നെ ഏറ്റവും കൂടുതൽ കടമയും കർത്തവ്യവും ഉള്ളത് പാവപ്പെട്ട പ്രവാസികളായി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരോടാ. എല്ലാ ഭർത്താക്കന്മാരെക്കാളും കൂടുതൽ കടമ വേണ്ടത്. കാരണം എല്ലാം വിട്ടറിഞ്ഞു പോയ പാവപ്പെട്ടവരാ. അവരുടെ മക്കളെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അവരുടെ തലയിണി കീഴിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മുത്തം വെക്കാൻ മാത്രം വർഷങ്ങളോളം വിധിക്കപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ കാണാൻ 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 കണ്ണ് കാതോർക്കുമ്പോൾ ഹൃദയം നൊമ്പരം കൊള്ളുമ്പോൾ ചിത്രമെടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഓരോ പ്രവാസിയുണ്ടല്ലോ. പൊന്നുമോളെ, നിനക്ക് ഭക്ഷണം കഴിക്കാനാ ആ പാവപ്പെട്ട മനുഷ്യൻ പ്രയാസപ്പെടുന്നത് ഞാൻ ഓർത്തു പോവുകയാ. എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോയപ്പോൾ ആ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ആരെയോ ഖബർ സിയാറത്ത് ചെയ്തു വന്നു ദ്വാരം ഇറങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരനെ കുറിച്ചറിയാം. തന്റെ ഇടമുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല ആർജവുള്ള ചെറുപ്പക്കാരനായിരുന്നു. പ്രവാസിയായിട്ട് പോവുകയാ. നോക്കുമ്പോ വല്ലാത്ത കരച്ചില. എവിടെ പോയി ആർജവും പൊന്നുമോനെ? എവിടെ പോയി അദ്ദേഹത്തിന്റെ ആർജവം പൊന്നുപോലെ? എവിടെ പോയി അദ്ദേഹത്തിന്റെ ആർജവം? അദ്ദേഹത്തിന് ശ്വാസം മുട്ടുകയാ. ആസ്മാ രോഗികൾ കൊണ്ട് നടക്കാറുള്ള ഇൻഹൈലർ കയ്യിൽ കൊടുക്കുകയാ. വിഷമം കൊണ്ട് ശ്വാസം മുട്ടുകയാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അടുത്തൊന്നൊരു ചെറുപ്പക്കാരനോട് പറയുന്നു, വലിയ ധൈര്യമുള്ള ആളാണല്ലോ ഇയാള്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള പരിസരത്ത് നിന്ന് ചെറുപ്പക്കാരൻ പറയാ, വീട്ടുകാരെ വിട്ടുപോകുന്നതിന്റെ വിഷമോ, മക്കളെ വിട്ടുപോകുന്നതിന്റെ വിഷമോ, അദ്ദേഹത്തിന് ശ്വാസം മുട്ടാറുണ്ട്, കലർന്നു കളഞ്ഞ് ശ്വാസം മുട്ടാറുണ്ട്. ആ ശ്വാസം മുട്ട് മാറ്റാൻ വേണ്ടി ആസ്മാ രോഗികൾ കൊണ്ട് നടക്കുന്ന മിഷനുമായിട്ടാ ഗൾഫിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രവാസിയായ ചെറുപ്പക്കാരൻ തന്നെയാ എന്നോട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇത്രയല്ലേ കരഞ്ഞുള്ളൂ? എന്റെ അവസ്ഥ ഉസ്താദേ വല്ലാത്ത അവസ്ഥയാ. ഞാൻ ചോദിച്ചു എന്താ? അദ്ദേഹം പറയുന്നു, ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ, ഞാൻ വാഹനത്തിൽ ഇരിക്കുമ്പോൾ, അറിയുമോ ഉസ്താദേ എന്റെ മാനസികാവസ്ഥ? ആ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്റെ വാഹനം ഒന്ന് ഇടിച്ചെങ്കിൽ, എന്റെ വാഹനം അപകടത്തിൽപ്പെട്ടെങ്കിൽ, എന്റെ വാഹനം ഒന്ന് അപകടത്തിൽപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയും ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കാം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ട് പ്രവാസികളായ ഭർത്താക്കന്മാരോട് കൂടുതൽ കടമ വേണ്ടവരാ നിങ്ങൾ. അതുകൊണ്ട് മറക്കണ്ട, അടിച്ചു പൊളിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, അവരെ ഒരു മിസ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, അവരെ ഇൻകമിംഗ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, അവരെ ഒരു വാട്സാപ്പിന്റെ മെസ്സേജ് കൊണ്ട് വഞ്ചിച്ചാൽ, അവരെ ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റിംഗ് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ലൈക്ക് കൊണ്ടോ കമന്റ് കൊണ്ടോ ഷെയർ കൊണ്ടോ വഞ്ചിച്ചാൽ, ഒരു വൈബർ കൊണ്ടോ റീചാർജ് കൊണ്ടോ ഒരു ഏതൊക്കെ നെറ്റ്വർക്ക് ആകട്ടെ നീ വഞ്ചിച്ചാൽ, പൊന്നുമോളെ മറന്നു പോകണ്ട, നീ ഏത് കൂട്ടക്കാരാവൂല. വലാലത്തിന് നീ വാങ്ങിയതാ, ഹൃദയം നീ കൊടുത്തിട്ട് വലാലത്തിന് വാങ്ങിയ പെണ്ണ. അതുകൊണ്ട് എന്തെങ്കിലും പാപം വന്നിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനോട് പൊട്ടിക്കരയേണ്ട സമയങ്ങളാ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആലോചിച്ചോ. രണ്ടാമത്തെ പോയിന്റ്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കട്ടെ. അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞത്? ഹാസിബു ഖബ്ല അൻ തുഹാസബു. നാളെ വലിയൊരു വിചാരണ വരാനുണ്ട്. മുഹമ്മദ് മുസ്തഫ കുറച്ച് സലാത്തില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ വിചാരണ വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണം. സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണം. അപ്പോഴല്ലേ ഒരു മുസ്ലിമിന് മുസ്ലിമാകാൻ പറ്റുക. അപ്പോഴല്ലേ ഒരു മുസ്ലിം പെണ്ണിന് ഒരു മുസ്ലിം പെണ്ണാകാൻ പറ്റുക.
ഞാൻ ചെയ്ത പ്രവർത്തനം ഞാൻ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ലാതെ അവൻ അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവന്റെ ചെയ്തികളെ കുറിച്ച്, അവന്റെ കർമ്മങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കുക. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നമുക്കറിയാം, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാ പേര് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വലിയ കായിക ശേഷിയുള്ള ആളാണ്, വലിയ പവറുള്ള ആളാണ്, വലിയ ധീരനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മറന്നു കേട്ടാൽ ഞെട്ടിത്തെറിക്കാത്ത ഒരാളും ഇല്ല മക്കയിൽ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹിസാബ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹുവിനെ നാളെ നിന്നെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ധൈര്യമൊക്കെ അങ്ങ് ഒട്ടി അങ്ങ് കഴിയും. എത്രയോ സംഭവങ്ങളുണ്ട്. പട്ടിണി പാവമായ ഒരു കുടുംബം രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട തന്റെ പ്രജകളുടെ ക്ഷേമാഐശ്വര്യങ്ങൾ അന്വേഷിച്ചറിയാൻ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ രാജാവാകുന്ന ഖലീഫയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. ചെന്ന് നോക്കുമ്പോ പട്ടിണിയാ, രണ്ട് മക്കൾ കരയുന്നുണ്ട്. മക്കളുടെ കരച്ചിലടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, വെറുതെ അടുപ്പിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ തവി കൊണ്ടിട്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ടിട്ട് ഇങ്ങനെ അനക്കുക. എന്തിനാ? ഒന്നും കൊടുക്കാനില്ല. അവരിപ്പോൾ ഭക്ഷണം വരും, എന്റെ ഉമ്മ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഭക്ഷണം തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ആ മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് പട്ടിണിയിൽ കിടന്ന് അല്ലാത്ത പരീക്ഷണം ഏറ്റുവാങ്ങിയ ആ പെണ്ണ് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ആരാണെന്ന് മനസ്സിലായില്ല, ഖലീഫയാണ് തന്റെ മുമ്പിലൊന്നും മനസ്സിലായില്ല. ഉടൻ തന്നെ പറയുന്നു, നിങ്ങൾക്കറിയോ എന്റെ അവസ്ഥ ഇവിടുത്തെ ഖലീഫ എന്ന് പറയുന്ന ഉമറിനറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഉമറിനെ പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി സഹോദരങ്ങളെ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. എത്ര വലിയ ധൈര്യമായിരുന്നാലും അള്ളാന്റെ മുമ്പിൽ പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത ഭയമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചാട്ടവാർ കയ്യിലെടുത്ത് പോവുകയാണ് ഒരു വിജന പ്രദേശത്ത്. ആര്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. എന്തിനാ? ആരെങ്കിലും അടിക്കാനാണോ, മർദ്ദിക്കാനാണോ? അല്ല. ചാട്ടവാറ് കൊണ്ട് വിജനപ്രദേശത്തേക്ക് കടന്നുപോയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് വിചാരണ നടത്തുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിൽ അടിക്കുക. ഓരോ അടിയിലും തോലിങ്ങനെ ആ ചാട്ടവാറിലേക്ക് പറ്റിപ്പോവുകയാണ്. എന്തിനാ ഉമറേ നീ അത് പറഞ്ഞത്? എന്തിനാ ഉമറേ നീ അത് ചിന്തിച്ചത്? എന്തിനാ ഉമറേ നീ അതിനെക്കുറിച്ച് ആലോചിച്ചതോ? എന്തിനാ ഉമറേ നീ അത് ചെയ്തതോ? എന്തിനാ ഉമറേ നീ അത് ചിന്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് സ്വന്തം കരങ്ങളിലുള്ള ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മുറുകെ പിടിച്ച വാക്കേതാ? ഹാസിബു ഖബല അൻ തുഹാസബു. ഇവിടെ ഒരു വിചാരണ നടക്കട്ടെ, ഇവിടെ ഒരു ചോദ്യം ചെയ്യൽ നടക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരവരുടെ പ്രവർത്തനങ്ങളിലേക്കൊന്ന് നോക്കാൻ തയ്യാറാവുക, നമ്മുടെ ചെയ്തികളിലേക്കൊന്ന് നോക്കാൻ തയ്യാറാവുക. അവരവർ ചെയ്ത അമാലുകൾ നന്മയാണോ തിന്മയാണോ? ഒരു ദിവസം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവന്റെ കിടക്കയിലേക്ക് വന്നു കിടക്കുമ്പോ ഒന്ന് ചിന്തിക്കാനുള്ള സമയമെങ്കിലും കണ്ടെത്താത്തവൻ എങ്ങനെയാ രക്ഷപ്പെടുക? എത്രയോ നമ്മൾ കേൾക്കാറുണ്ട്, പ്രഭാഷണങ്ങൾക്ക് പ്രയാസപ്പെട്ട് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു പോകാറുണ്ട്, ഒരുപാട് സദസ്സുകളിൽ പോയിരിക്കാറുണ്ട്, ആവേശത്തോടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രഭാഷണം കേട്ടു വന്ന് നാം കിടന്നുറങ്ങുമ്പോൾ അടുത്ത പ്രഭാതത്തിലെ സുബഹി നമുക്കുണ്ടോ ചെറുപ്പക്കാരാ? അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ഹറാമിയത്ത് കടന്നു വരുമ്പോ അതിൽ നിന്നും മാറിപ്പോവാനുള്ള ഈമാനെങ്കിലും ആ ഇൽമിന്റെ സദസ്സിൽ നിന്നും നീ സ്വായത്തമാക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ആലോചിക്കണേ, ഈ പ്രഭാഷണ വേദി കൊണ്ട് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ ഖൽബിനെയും നന്നാക്കാനുള്ളതാ. അർഹമുർ-റഹീമായ അല്ലാഹ് ഞങ്ങളുടെ മുഴുവൻ അമാലുകളെയും നീ നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സും വജസ്സും നീ ഒന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അടുത്ത പോയിന്റിലേക്ക് പോവാൻ സമയക്കുറവുണ്ട്.
മൂന്നാമത്തെ പോയിന്റ് ഏതാ? അപ്പൊ നമ്മൾ പറഞ്ഞു 2 പോയിന്റ് ഏതാ? ഒന്ന്, അവരവരുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് നോക്കുക, അവിടെ കൊണ്ട് തുടങ്ങുക. എന്നിട്ട് അതിന്റെ ഹൃദയത്തിന്റെ ഓർഡറാണല്ലോ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തത് അവന്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുക. മൂന്നാമത്തത് ആ പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ അമൂല്യമായ ഒരു സമ്പത്തുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാ സഹോദരങ്ങളെ, വൽ മഹബ്ബത്തു ഇലല്ലാഹ് വൽ മഹബ്ബത്തു ഇലല്ലാഹി വറസൂലി വൽ മഹബ്ബത്തു ഇലല്ലാഹി വറസൂലി വൽ മഹബ്ബത്തു ഇലല്ലാഹി വറസൂലി. അല്ലാഹുവിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുത്തോ, അള്ളാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തോ. അതാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ നിദാനം. മറന്നു പോകണ്ട. അള്ളാഹുവിനോടാണോ ഇഷ്ടം, അവന്റെ ഹബീബിനോടാണോ ഇഷ്ടം? ഒന്നോർക്കണേ, നമ്മുടെ ഹൃദയാന്തരാളത്തിലുള്ള ഇഷ്ടക്കാരൊക്കെയാ സഹോദര, നമ്മുടെ ഹൃദയാന്തരാളത്തിലുള്ള ഇഷ്ടക്കാരൊക്കെയാ സഹോദരങ്ങളെ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഗൗരവത്തോട് ആലോചിക്കാൻ പറയുകയാ. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആളുകളോട് ഇഷ്ടമുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ കുടുംബക്കാരുണ്ട്, മറ്റു ഭാഗത്തേക്ക് കടന്നു പോകുമ്പോ ചെറുപ്പക്കാരാ ഫുട്ബോൾ താരങ്ങളുണ്ട്. പൊന്നുമോനെ, മറന്നു പോകണ്ട. പല കായിക രംഗങ്ങളിലും ശോഭിക്കുന്ന താരങ്ങളുണ്ട്, മറന്നു പോകണ്ട. അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, മറന്നു പോകണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സിനിമാ നടീനടന്മാര് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലയോ പെങ്ങളെ? സീരിയലിലുള്ള നടീനടന്മാര് സ്ഥാനം പിടിച്ചിട്ടില്ലയോ പെങ്ങളെ? റിയാലിറ്റി ഷോയിൽ പാട്ട് പാടാൻ വരുന്ന കുട്ടികൾ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടില്ലയോ പെങ്ങളെ? ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ കുട്ടിപ്പട്ടാളമല്ലേ ഉസ്താദെ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കുട്ടികളോടുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലയോ? അതിന്റെ അവതാരികയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ? എന്തെല്ലാം പരിപാടികളുണ്ടോ, ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത മഹബത്തല്ലേ, സ്ഥാനമല്ലേ? അവിടെവിടെയാ പടച്ചവനോടുള്ള മഹബത്ത്, അവിടെവിടെയാ അള്ളാന്റെ ഹബീബുമായിട്ടുള്ള അടുപ്പം. അറിയണം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മാതാപിതാക്കളുടെ വിഷയം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാതാപിതാക്കളോട് ചെയ്യുന്ന പോലുമുള്ള പദപ്രയോഗം നടത്തി പോകരുത്. അവരെ സ്നേഹിക്കണമെന്ന് പറയാൻ ഖുർആൻ ഭാഗം മാറ്റിവെച്ചപ്പോൾ അവരോടുള്ള പ്രാർത്ഥന എങ്ങനെയാ നടത്തേണ്ടത്, ആ പ്രാർത്ഥനയുടെ പദത്തെ തന്നെ പരിചയപ്പെടുത്താൻ ഖുർആൻ സമയം കണ്ടെത്തിയപ്പോൾ ഒന്നാലോചിച്ച് നോക്ക്. നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ സൂചന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നോമ്പിനെ കുറിച്ച് അല്ലാഹു സൂചന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സക്കാത്തിനെ കുറിച്ച് അല്ലാഹു വിശാലമായി പറഞ്ഞിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലാഹു വിശാലമായി പറഞ്ഞിട്ടില്ല. പക്ഷേ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, അവരെ എങ്ങനെയാ അവരോട് പെരുമാറേണ്ടത്, ഏത് രൂപത്തിലാ അവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാ അവരോട് സംസാരിക്കേണ്ടത്, അവരോട് പറയേണ്ടത് ഖൗലൻ ലയ്യിന, മയമായിട്ട് പറയണമെന്ന് സമയം കണ്ടെത്തിയ ഖുർആൻ പോരാ. അവർക്ക് വേണ്ടിയിട്ട് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറ, അവരോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ രൂപം പോലും പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഖുർആൻ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത്രയും വലിയ കടമയുള്ള മാതാപിതാക്കളുണ്ടല്ലോ. ആ ഖുർആനിൽ തന്നെ പറയുന്നു, ആ മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാലോചിക്കണേ. ആ പറയപ്പെട്ട മാതാപിതാക്കളോട് സ്നേഹം വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ സ്നേഹം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമ്പത്തുണ്ട്, അതുപോലെ തന്നെ കുടുംബമുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, അതുപോലെ ഭാര്യ സന്താനങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളുണ്ട്, അതുപോലെ നാം ഇഷ്ടപ്പെടുന്ന ഭവനമുണ്ട്. അങ്ങനെ പലതിനോടും നമുക്ക് സ്നേഹമുണ്ട്. മാതാപിതാക്കൾ അടക്കമുള്ളവരോട് നമ്മൾ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ അവൻ തെമ്മാടിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ശ്രദ്ധിക്കടേ, അവൻ തെമ്മാടിയാണെന്ന് ഖുർആൻ പറയുന്നു. എപ്പോഴാ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ. ഖുൽ
كان آباؤكم وأبناؤكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله أحب إليكم من الله ورسوله أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, നിങ്ങളുടെ സന്താനങ്ങളുണ്ടല്ലോ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാരുണ്ടല്ലോ, വഅംവാലുൻ ഖതറഫ്തുമുഹാ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ പൊട്ടിത്തെറിച്ചു പോകുമോ, നട്ടം വന്നു പോകുമോ, ലാഭം പൂർണ്ണമായി കിട്ടത്തില്ലയോ, അങ്ങനെ ചിന്തിച്ച് വേദനപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ, ബിസിനസ് ഉണ്ടല്ലോ, വമസാകിനു തർളൗനഹാ അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന അവരുടെ ഭവനമുണ്ടല്ലോ, അവരുടെ വീടുണ്ടല്ലോ. ലോകത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ കൊട്ടാരത്തിൽ പോയി കിടന്നാലും സ്വന്തം വീട് ചെറിയ ഒരു വീടാണെങ്കിലും അതിന്റെ കിടക്കയിലേക്ക് പായിലേക്ക് വന്ന് കിടക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷവും സംതൃപ്തിയും പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തല്ലേ സഹോദരങ്ങളെ. അങ്ങനെ അവരവരിഷ്ടപ്പെടുന്ന അവരുടെ ഭവനങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അങ്ങനെയുള്ള ഭവനങ്ങൾ ഉൾപ്പെടെയുള്ളത് എല്ലാവരും ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി കഴിഞ്ഞാൽ, അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയം വന്നു കഴിഞ്ഞാൽ, വജിഹാദിൻ ഫീ സബീലി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി അല്ലാഹുവിന്റെ ശിക്ഷയെ പ്രതീക്ഷിച്ചോ എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അല്ലാഹു ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് ഹിദായത്ത് കൊടുക്കൂല. ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഇങ്ങനെയുള്ള തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അല്ലാഹുവിന്റെ ഖുർആനാ സഹോദരങ്ങളെ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ മാതാപിതാക്കളുണ്ടല്ലോ, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ടു പോയാൽ അവർ തെമ്മാടികളാണ്. അങ്ങനെയുള്ളവരെ അല്ലാഹു സ്വീകരിക്കൂല എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ആരോടാ സ്നേഹം വേണ്ടത്? മമ്മൂട്ടിയോടാണ്, മോഹൻലാലിനോടാണ്, സുരേഷ് ഗോപിയാണോ? മലയാള നടന്മാരൊന്നും ഞങ്ങൾക്ക് പറ്റൂല, കാരണം അവർക്ക് വലിയ മസിലൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സൽമാൻ ഖാനെ ഇഷ്ടം. അവരോടാണോ? ആക്ഷനൊന്നും അത്ര പോരാ, ഞങ്ങൾക്ക് അങ്ങനെ തമിഴ് നടന്മാരുണ്ടല്ലോ, അവരെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് ഇവിടങ്ങുമില്ല, ഞങ്ങൾക്ക് ലോകോത്തരത്തിലുള്ള കരോട്ടെ ബ്രൂസ് ലീ അവരെ ഇഷ്ടം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ മൊബൈലുകളിൽ ക്ലിപ്പുകൾ സേവ് ചെയ്തുകൊണ്ട് ആവേശത്തോടെ കണ്ടു തീർക്കുന്ന നിങ്ങളുടെ ഇഷ്ടക്കാരുണ്ടല്ലോ, അവരോടുള്ള ഇഷ്ടം വന്നാൽ പിന്നെ പറയാനുണ്ടോ? അള്ളാഹു നിർബന്ധമായിട്ടും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ വിഭാഗത്തെ അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും ഇഷ്ടം വെച്ചാലുള്ള വിപത്തായി പറഞ്ഞത്. അപ്പൊ അള്ളാഹു അവരോട് വെറുക്കണം, മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരന്തപൂർണമായ അവസ്ഥ എത്രയാ? അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹബ്ബത്ത് വല്ലാത്തൊരു ലോകമാണ്. അള്ളാന്റെ ഹബീബിന്റെ മഹബ്ബത്ത് അത് ദിവസങ്ങളോളം പറയാനുള്ളതാ. മഹബ്ബത്തായിരുന്നു ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെയുണ്ട് മുഴുവൻ പ്രവാചകന്മാർക്കും നേരത്തെ തന്നെ പ്രവാചകനെ പരിചയമുള്ള വിഷയം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയം ചുരുക്കമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, ആ പ്രവാചകനോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കൈമുതലെന്ന് മനസ്സിലാക്കിയവരായിരുന്നു
സഹാബികൾ, അവരായിരുന്നു ഈ ലോകത്തിന് മാതൃക. അവരുടെ മാതൃകയാണ് നമുക്ക് മാതൃക. ഒരു സിനിമാ നടന്റെയും മാതൃകയല്ല പെങ്ങളെ. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ആരുടെ മോഡലാ? നിങ്ങൾ തേക്കുന്ന ക്രീം ആരു തേച്ചതാ? നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആരുടെ രൂപമാ? നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ആരാ? ഒന്നാലോചിക്കണേ. വൽ മഹബ്ബത്തു അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് വേണേ, ഹബീബിനോടുള്ള മഹബ്ബത്ത് വേണേ. എന്താ കാരണമെന്നറിയുവോ? ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അന്ത്യനാളെപ്പെടാ നബിയേ? അവസാന നാളെപ്പെടാ നബിയേ? ഖിയാമത്ത് നാളെപ്പെടാണെന്ന് ചോദിക്കുമ്പോ ഹബീബായ പ്രവാചകൻ പറയുന്നു, ഖിയാമത്ത് നാളെപ്പെടാണെന്ന് ചോദിക്കുന്നു. എന്താണ് അതിനു വേണ്ടി നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? ആ ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുപോകാൻ എന്താണ് നിന്റെ കയ്യിലുള്ളത്? ആ ലോകത്തേക്കുള്ള സമ്പാദ്യം മുതൽ എന്താണെന്ന് ചോദിക്കുമ്പോ ആ സ്വഹാബി പറഞ്ഞതെന്താ സഹോദരങ്ങള്? എനിക്ക് ഒരുപാട് നോമ്പൊന്നുമില്ല, ഒരുപാട് സകാത്തും സദഖയുമില്ല, ഒരുപാട് നിസ്കാര കർമ്മങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലാ, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലാ. അവർക്ക് തീരെ ഇബാദത്തില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അവരുടെ പിടിവള്ളി എവിടെയായിരുന്നു? അവരുടെ കൈ മുതലേതായിരുന്നു? അവർ കാമ്പും കഴമ്പുമായി അംഗീകരിച്ചത് ഏതായിരുന്നു? ഇന്നി ഉഹിബ്ബുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലേ. ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ ഞാൻ അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളാ. ഉടൻ തന്നെ മുത്തായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞോ, ഈ മഹബത്ത് കൊണ്ടങ്ങും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞു. ഇത് അടിസ്ഥാനമില്ലാത്തതാണെന്ന് പറഞ്ഞു. ഈ മഹബത്ത് മാത്രം പോരാ എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ എന്താ മറുപടി പറഞ്ഞത്? ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയാ നാളെ പരലോകത്തില്. ആരെയാ ഇഷ്ടപ്പെട്ടത് അവരാ നാളെ കൂട്ടിന് പരലോകത്തില്. സിനിമാ നടനെ ഇഷ്ടപ്പെട്ടോ അവര് പോകുന്ന നരകത്തിലാ. അവരെ ഇഷ്ടപ്പെട്ടവര് മറന്നു പോകണ്ട. സിനിമാ നടിയുടെ പുറകിൽ പോയ ചെറുപ്പക്കാരാ, നിന്റെ മൊബൈൽ മാറി മാറി വരുന്ന ചിത്രങ്ങൾ ആരുടേതോ? പച്ചക്കുപ്പയുടേതാണോ? പൊന്നുപോലെ ഹബീബിനോടുള്ള പ്രണയം തുളുമ്പുന്നതാണോ നീ ഷെയർ ചെയ്യുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ട മസിൽ പവറുള്ള സിനിമാ നടന്മാരുടെ ചിത്രങ്ങൾ ഹൃദയത്തിന്റെ ഭിത്തിയിലും നിന്റെ മൊബൈലിന്റെ മെമ്മറിയിലോ ഒട്ടിച്ചു നടക്കുന്ന, സേവ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരാ, ഹബീബായ പ്രവാചകൻ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹബത്തിന്റെ പവർ പറഞ്ഞു. അതുകൊണ്ട് വൽ മഹബ്ബത്തു ഇലല്ലാഹി വ റസൂലി, അൽ മഹബ്ബത്തു ഇലല്ലാഹി വ റസൂലി. അർഹമുർ റഹീമായ റബ്ബേ, അർഹമുർ റഹീമായ അല്ലാഹ്, നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കാനുള്ള ഖൽബിയായ കരുത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നാലാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാ സഹോദരങ്ങളെ. നാലാമത്തെ പോയിന്റിലേക്ക് കടക്കുക. ഏറ്റവും ഉറപ്പുള്ളതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. ഏറ്റവും ഉറപ്പുള്ളതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. അള്ളാഹുവിന്റെ ദുനിയാവിൽ ഉറപ്പുള്ളത് ഏതാ? എന്റെ വീട്ടിൽ നിന്നും ഞാൻ സലാം പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു ചെന്ന് സലാം പറഞ്ഞ് കയറുമോ എനിക്ക് ഉറപ്പില്ല സഹോദരങ്ങളെ. ഈ ചേറുകളിലേക്ക് വന്നിരുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമോ ഉറപ്പ് പറയാൻ പറ്റൂല. പഠിക്കുന്ന മക്കൾ പഠനം പൂർത്തിയാക്കുമോ ഉറപ്പ് പറയാൻ പറ്റൂല. തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ പൂർത്തിയാക്കാൻ പറ്റുമോ ഉറപ്പ് പറയാൻ പറ്റൂല. പ്രവാസിയായി പോകുന്നവൻ തിരിച്ച് സന്തോഷത്തോടെ മടങ്ങി വരുമോ ഉറപ്പ് പറയാൻ പറ്റൂല. രാവിലെ വീട്ടിന് വേണ്ടി എന്നെ അന്വേഷിച്ചിറങ്ങുന്ന കൂട്ടുകാരാ, നിനക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അതോ നിന്നെ താങ്ങിയെടുത്ത് നിന്റെ മയ്യത്താണോ കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റൂല. ഞാൻ
ആലോചിച്ചു പോവുകയാണ്. ഞാൻ ജോലി നോക്കിയിരുന്ന കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ടൗൺ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഉണ്ടായിട്ടുള്ള കന്നേറ്റിപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി. അവിടെ ഉണ്ടായിരുന്ന ഒരു മുഅദ്ദിൻ സാഹിബ്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഉറച്ചാമീൻ പറയണേ, ആ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും ബാങ്കിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് തന്നെ അദ്ദേഹം തന്റെ ബൈക്ക് കുറച്ച് ദൂരമുണ്ട്, വീട്ടിൽ നിന്നും ബൈക്കിലൂടെ യാത്രയായി പള്ളിയിലേക്ക് കടന്നു വരുമ്പോ എല്ലാ ദിവസവും കടന്നു വരുന്നു, വർഷങ്ങളായിട്ട് കടന്നു വരുന്നു. ഈ അടുത്ത സമയത്ത് ഒരു വെള്ളിയാഴ്ച രാവിലെ, സുബ്ഹാനല്ലാഹ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ബൈക്കിൽ നിന്ന് വീട്ടുകാരോട് കടമടക്കാൻ ഞാൻ പോകുകയാണെന്ന് പറന്നു വന്ന മുഅദ്ദിനായിട്ടുള്ള ബാങ്ക് വിളിക്കുന്ന സഹോദരൻ പള്ളിയുടെ പരിസരത്ത് എതിരെ വന്ന വാഹനവുമായിട്ട് ഇടിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവിടെ കിടന്നുകൊണ്ട് മരണപ്പെടുമ്പോ, പടച്ചവനെ രക്തസാക്ഷിയുടെ പട്ടികയിൽ നീ പെടുത്തണേ അല്ലാ, രക്തസാക്ഷിയുടെ പട്ടികയിൽ നീ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാ എപ്പോഴാ എങ്ങനാണെന്ന് പറയാൻ പറ്റൂല. ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവധി എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു വർഷം മാറൂല, ഒരു മാസം മാറൂല, ഒരാഴ്ച മാറൂല, ഒരു ദിവസം മാറൂല, ഒരു മണിക്കൂർ മാറൂല, ഒരു മിനിറ്റ് മാറൂല, ഒരു സെക്കൻഡിന് മാറ്റം വരൂല. ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ്, ഒരു പൈക്കോ സെക്കൻഡ്, ഒരു സെക്കൻഡിന് മാറ്റം വരൂല. സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് പടച്ച തമ്പുരാന്റെ അവധി എത്തുമ്പോൾ നമ്മൾ പോകേണ്ടതുണ്ട്. ആ 100% ഉറപ്പുള്ള മരണമുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ തയ്യാറായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഈ ലോകത്ത് നമ്മൾ നടത്താൻ തയ്യാറാകും. ഞാൻ ഓർത്തു പോവുകയാ, വിദേശത്തൊരാള് സുബ്ഹാനല്ലാഹ് വലിയ നിലയുടെ ബിൽഡിങ്ങിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വീണു. വലിയ നിലയുടെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് മറിഞ്ഞു വീണു. എവിടെയാ ആ സഹോദരൻ വന്ന് വീണതെന്നറിയോ? എവിടെയാ ചെറുപ്പക്കാരൻ വന്ന് വീണതെന്നറിയോ? താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ മുകളിൽ ആ ചെറുപ്പക്കാരൻ വന്ന് വീണപ്പോൾ തന്നെ കാറ് തരിപ്പണമായി പോയി, കാറിന്റെ ഗ്ലാസുകളൊക്കെ പോയി. പക്ഷേ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. പരിസരവാസികൾക്ക് അത്ഭുതമായി പോയി. എല്ലാവരും ഓടി വന്നു. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും ഒന്ന് തട്ടിക്കൊടന്നൊന്ന് തടവി നൂത്തു കൊടുത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ തൊടണ്ട, റാഹത്തായിട്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല, അത്രയുള്ളൂ മറുപടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണേ. അങ്ങനെ തന്നെ പരിചരിക്കാനും തന്നെ പരിരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും തന്നെ പരിചരിക്കാനും വന്ന ആളുകളൊക്കെ മടങ്ങുമ്പോൾ അവരോട് ഈ ചെറുപ്പക്കാരൻ പറയുക, പോവല്ലേ പോവല്ലേ, നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് പോകാം. എന്തായിരുന്നാലും നിങ്ങൾ വന്നതല്ലേ, ഞാനും വീണതിന്റെ ക്ഷീണത്തിലാ, നിങ്ങൾ അവിടെ നിൽക്കുക. ആ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാ. കോളകളും വാങ്ങിയിട്ട് കോളകളുടെ കുപ്പികളുമായിട്ട് മടങ്ങി വരികയാ. തിരിച്ച് റോഡിലേക്ക് കടന്നു വരുമ്പോൾ എതിരെ വന്ന ഒരു വാഹനം ഇടിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവിടെ കിടന്നങ്ങ് പിടന്ന് മരിക്കുമ്പോ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എവിടെയാ എപ്പോഴാ എങ്ങനാ സന്ദർഭമേതാ സാഹചര്യമേതാ പറയാൻ പറ്റൂല. പെങ്ങള്, നീ വിചാരിക്കും ഞാൻ മധുര 17കാരിയാ, ചെറുപ്പക്കാരാ, നീ ചിന്തിക്കുന്നത് ഞാൻ 25 വയസ്സുള്ള യുവകോമള ആരോഗ്യമുള്ള ആളാ, എനിക്കൊരു രോഗവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പനി പോലും വരാത്ത പൊന്നുമോളാ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ സഹോദരങ്ങള്. ചിന്തിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങള്. ഒരു വിഷയം ഒന്ന് ആലോചിക്കുമോ? നമ്മുടെ പള്ളിക്കാടുണ്ടല്ലോ, ആരോഗ്യമുള്ളവരൊന്നും ഇപ്പൊ മരിക്കൂല, ചെറുപ്രായക്കാരൊന്നും മരിക്കൂല എന്ന് തീരുമാനിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിന്തിക്കാതെ താല്പര്യത്തോടെ മുന്നോട്ട് പോകാത്ത ആളുകൾ ഒന്ന് ആലോചിക്കട്ടെ. ആ പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുമോ? അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രായം ഒന്ന് നോക്കുമോ? സുബ്ഹാനല്ലാഹ്, മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്ന് മരണപ്പെട്ട ലോകം കണ്ടിട്ടില്ലാത്ത ചാവിള്ള കുടിച്ചിട്ടിരിക്കുന്ന, ചാവിള്ളയെ മറമാടിയിരിക്കുന്ന നാടാ പള്ളിക്കാട്. മറക്കണ്ട, 1 വയസ്സുള്ള പൊന്നുമോൾ അവിടെ കിടപ്പുണ്ട്, 2 വയസ്സുള്ള പൊന്നുമോൻ അവിടെ കിടപ്പുണ്ട്, 10 വയസ്സുള്ള പല മക്കളും കിടപ്പുണ്ട്, പല മധുര 17കാരികളും കിടപ്പുണ്ട്, പല ആരോഗ്യമുള്ള ചെറുപ്പക്കാരും കിടപ്പുണ്ട്, പല പ്രായമുള്ളവരും കിടപ്പുണ്ട്. അവിടെ 90 വയസ്സ് തികഞ്ഞ ഉമ്മാമ മാത്രമല്ല, 80 വയസ്സുള്ള ഉപ്പാപ്പ മാത്രമല്ല, ചെറുപ്പക്കാരാ
പൊന്നുപോലെ നീ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, പുറത്തേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ആ ശ്വാസോച്ഛ്വാസത്തിന്റെ അളവ് വരെ അള്ളാഹു കൃത്യമാക്കി വെച്ചിരിക്കുകയാ. അതിനപ്പുറത്തേക്ക് നീ വലിച്ചാൽ കിട്ടുകില്ല, കിട്ടുകില്ല, കിട്ടുകില്ല. നീ ഏതൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിനക്ക് ലഭ്യമല്ല. പരിസരവാസികളൊക്കെ ശ്വസിക്കുന്നുണ്ട്, ഉച്ഛ്വസിക്കുന്നുണ്ട്. നിന്റെ സമീപത്ത് ഒരുപാട് ഓക്സിജന്റെ സിലിണ്ടർ വെച്ചിട്ടുണ്ട്, നിന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടൂല. ഒരുപാട് വിദഗ്ധന്മാരായ ഡോക്ടേഴ്സാണ് നിന്നിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നേഴ്സന്മാരുടെ ഒരു സമ്മേളനം തന്നെയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും നടുവിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു അനുവദിക്കുന്ന സമയമാകുമ്പോ നിന്റെ വീട്ടിൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കൂലേ പെങ്ങള്? ഒന്നാലോചിക്ക് പൊന്നുമോളെ, നീ പൂവിട്ട് പൂജിക്കുന്ന മേനിയെ വെള്ളമൊഴിച്ച് കുളിപ്പിക്കൂലേ പൊന്നുമോളെ? 3 പുടവ നിന്നെ ചുറ്റൂലേ പൊന്നുമോളെ? നിന്റെ പ്രിയപ്പെട്ടവർ കണ്ണീരോടെ തോളിലേറ്റൂലേ ചെറുപ്പക്കാരാ? കൊണ്ടുപോകൂലടാ മോനെ, പള്ളിയുടെ ക്രോസിന് കൊണ്ടുപോയി പള്ളിക്കകത്ത് വെക്കൂലേ? പുറകിൽ സഫായിട്ട് നിൽക്കൂലേ? ഇതൊക്കെ ചരിത്രം പറയുകയാണോ? ഇതൊക്കെ സാങ്കല്പിക വിഷയമാണോ? ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ല, എനിക്കും നിങ്ങൾക്കും നാളത്തെ പ്രഭാതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാ, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഉണ്ടാകേണ്ട കാര്യമാ. ബുദ്ധിയുള്ള മനുഷ്യരെ ഒന്ന് ആലോചിക്കുക, മാലോകരെ ഒന്ന് ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള വിഷയത്തെ കുറിച്ച് ആലോചിക്കുക. തമ്പുരാൻ ആലോചിക്കാനും ചിന്തിക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനും തന്ന സമയമാ, മറന്നുപോകണ്ട. അർഹമുർ-റഹീമായ അല്ലാ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാ. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുക. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റൊന്ന് മുമ്പോട്ട് നിൽക്കണം. ആ പരിസരത്തുള്ള എല്ലാ ആളുകളും അൽഹംദുലില്ലാ, നിങ്ങൾ വാഴ് കേൾക്കാൻ നിന്നവരാ, ഒന്ന് മുമ്പോട്ട് നീങ്ങി നിൽക്കണം. എല്ലാ ആളുകളും ഒരാടും റോഡിലുണ്ടാവരുത്. ഇതാരെയും ജയിപ്പിക്കാൻ വെച്ച പരിപാടിയല്ല, ഇതാരെയും പരാജയപ്പെടുത്താൻ വെച്ച പരിപാടിയല്ല, ഇത് വോട്ട് പിടിക്കാനോ കുറയ്ക്കാനോ ഉള്ള പരിപാടിയല്ല. ഇതെല്ലാവരും ഉൾപ്പെടുന്ന പരിപാടിയാ. എല്ലാവരും സ്നേഹിക്കുന്ന സദസ്സ, എല്ലാവരും സഹോദര്യത്തോടെ ഒരുമിച്ച് ഓടുന്ന സദസ്സ. അർഹമുർ-റഹീമായ റബ്ബേ, സഹോദര്യത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ഈ നാട്ടിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഒരുപാട് പവർ അല്ലാഹു കൊടുത്ത പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന പറയാൻ പറ്റൂല. ഒരു ദിവസം പലതവണ അസ്റായീൽ നമ്മുടെ ഡേറ്റ് ആയോ ഇല്ലേ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്വലാത്ത് തർദിയത്ത് സ്വലാത്ത് കുറച്ച് മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം വന്നു ആരുടെ സദസ്സിൽ? സുലൈമാൻ നബിയുടെ സദസ്സിൽ. അസ്റായീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ അസ്റായീൽ വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. വേറെ ആരും കാണുന്നില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നോക്കിയിട്ട് ആള് മടങ്ങിപ്പോയി. എന്താണെന്നൊരു പിടുത്തമില്ല. അസ്റായീൽ നോക്കിയാൽ പിന്നെ പൊറോട്ട ഇറച്ചിയും ബിരിയാണി ഒന്നും വാങ്ങിക്കൊടുക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയതിന്റെ പിറകിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചു മുമ്പ് അസ്റായീൽ ഇവിടെ വന്നു, നിന്നെ നോക്കി പോയി. ആ ശിഷ്യൻ അത് കേട്ടപ്പോൾ വല്ലാത്ത ബേജാറായി. ഉടൻ തന്നെ തന്റെ പ്രിയപ്പെട്ട ഉസ്താദും ഗുരുനാഥനും അതിലേറെ പ്രവാചകനുമായ മഹാനായ സുലൈമാൻ നബിയോട് പറയുന്നു, സുലൈമാൻ നബിയെ, എന്നെ എത്രയും പെട്ടെന്ന് കുറച്ചു നാളും കൂടെ എനിക്കൊന്ന് ജീവിക്കണം. ഏതെങ്കിലും മനുഷ്യരുടെ മണമില്ലാത്ത, മനുഷ്യരെത്താത്ത, ഇന്നുവരെയും ഒരാളും കാലുകുത്താത്ത ഏതെങ്കിലും ഒരു വിദൂര പ്രദേശത്ത് നിങ്ങൾക്ക് കാറ്റിനെ അള്ളാഹു വഴിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കാറ്റിന്റെ സഹായത്തോടു കൂടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും എന്നെ അങ്ങോട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം, എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം. അവസാനത്തെ ആഗ്രഹമല്ലേ, അങ്ങനെ ആവട്ടെ, കുറച്ചുകൾ അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വഴിപ്പെടുത്തി കൊടുത്ത കാറ്റ്, ആ കാറ്റിന്റെ സഹായത്തിൽ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാ. ഇന്നുവരെയും ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത വല്ലാത്ത ഒരു വിജന പ്രദേശം, ഒരു തുരുത്ത് പോലെയുള്ള ഒരു സ്ഥലം. അവിടേക്ക് കടന്നു ചെന്നു. സുബ്ഹാനല്ലാഹ്, അവിടേക്ക് പറന്നിറങ്ങി നിൽക്കുമ്പോ മുമ്പിൽ നിൽക്കുന്നു ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പുഞ്ചിരി
പുഞ്ചിരിയോടാ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നെ അസ്രായിലിനെ കണ്ടപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, അല്ല അസ്രായിലെ, എന്തിനാ എന്റെ സദസ്സിലുണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ വന്ന് നോക്കിയത്? ഞാൻ വിട്ട സ്ഥലത്ത് പോയി നിങ്ങൾ പിടിച്ചു നോക്കെ, എന്തിനാ പക്ഷേ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നോക്കിയത്? ഉടൻ തന്നെ അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, ഓ പ്രവാചകരെ, ഓ പുണ്യപ്രവാചകരെ, ഓ പ്രിയപ്പെട്ട പ്രവാചകരെ, ശിഷ്യന്റെ റൂഹ് പിടിക്കാനുള്ള സമയമായി, ഈ ശിഷ്യന്റെ റൂഹ് പിടിക്കാനുള്ള സമയമായി പ്രവാചകരെ. പക്ഷേ പിടിക്കേണ്ട സ്ഥലം ഒരുപാട് അകലെയാ പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എങ്ങും എല്ലാവരും മനുഷ്യനും കാലുകുത്താത്ത ഇന്ന സ്ഥലത്താ പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആലോചിച്ചു പോയി, നിങ്ങളുടെ ശിഷ്യനെ കണ്ടിട്ട് ഈ മനുഷ്യൻ എങ്ങനെയാ ഒരാൾക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇത്രയും ദൂരമുള്ള സ്ഥലം, അവിടെ എങ്ങനെയാ ഇയാൾ എത്തുക? എനിക്കറിയില്ല. എങ്ങനെയാ ഇയാൾ എത്തുക? ഞാൻ എങ്ങനെയാ ഇയാൾ എത്തുക എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയതാ. അല്ലാ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ സമയമായാൽ അല്ലാഹു അത്ഭുതകരമായിട്ട് അവിടെ എത്തിക്കും, മറന്നു പോകണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മരണമാ നമ്മുടെ കൂടപ്പിറപ്പായിട്ട്, നമ്മൾ കൂടപ്പിറപ്പെന്ന് വിചാരിക്കുന്നവരെക്കാളും കൂട്ടിനുള്ളത് മറന്നു പോകണ്ട. ആര് വരാന്ന് പറഞ്ഞ് പറ്റിച്ചാലും അസ്രായിൽ പറ്റിക്കൂല, സമയം തെറ്റിക്കൂല. ആരൊക്കെ നമ്മുടെ മുമ്പിൽ സമയം തെറ്റിച്ചാലും സമയം തെറ്റിക്കാത്ത ഒരാൾ അസ്രായിലും ഉണ്ടെന്നുള്ള ബോധ്യം വേണം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കണം, ഖബറിനെ കുറിച്ച് ആലോചിക്കണം, പരലോകത്തെ കുറിച്ച് ആലോചിക്കണം, അവിടെയുള്ള വിശേഷങ്ങളെ കുറിച്ച് ആലോചിക്കണം. കുഞ്ഞിന്റെ സമീപത്ത് മലക്ക് എന്നിട്ട് പറയുന്നു, പൊന്നുമോനെ, പൊന്നുമോളെ പുറത്തേക്ക് വരണം. ഉടൻ തന്നെ കുഞ്ഞ് ചോദിക്കുന്നു, ഞാൻ എങ്ങോട്ട് പോകാനായി? വിശാലമായ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാ? ഉടൻ തന്നെ മലക്ക് പറയുന്നു, ഇതൊരു വിശാലതയല്ല, ആകാശവും ഭൂമിയും പരിശുദ്ധ വിശാലമായ ഭൂമിയുമുണ്ട്, അവിടെ പറവകളുണ്ട്, ആകാശമുണ്ട്, മേലാപ്പ് പോലുള്ള ആകാശമുണ്ട്, മിന്നിത്തിളങ്ങുന്ന താരക സമൂഹങ്ങളുണ്ട്, സാഗരമുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പറയുമ്പോ ഉടൻ തന്നെ കുഞ്ഞു പറയുകയാ, ഇതിനേക്കാളും വലിയ ലോകമോ, ഇതിനേക്കാളും വലിയ ലോകമോ? കൂരിൽ നിറഞ്ഞതായ ഗർഭാശയം മാത്രം പരിചയമുള്ള കുഞ്ഞിന്റെ ചോദ്യമാ, ഇതിനേക്കാളും വിശാലമായ ലോകമോ? അതുകൊണ്ട് രണ്ടാമത്തെ ഗർഭഗൃഹമാകുന്ന ഭൂമിയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഭ്രൂണക്കുഞ്ഞുങ്ങളാ നമ്മള്. ആ ഭ്രൂണക്കുഞ്ഞുങ്ങളായ നമ്മളോട് അല്ലാഹു വെച്ചിട്ടുള്ള വിശാലമായ ലോകമുണ്ടല്ലോ, അതിനെക്കുറിച്ച് നാം ആലോചിക്കുമ്പോ ഈമാനിന്റെ കുറവ് കൊണ്ട് എങ്ങനെയാ അത്രയും വിശാലമെന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട. അർഹമുർറാഹിമായ അല്ലാഹ് ഞങ്ങൾക്ക് സൽബുദ്ധി നൽകണേ അല്ലാഹ്, സുഹൃതങ്ങൾ ചെയ്യാനുള്ള ആവേശം നൽകണേ അല്ലാഹ്. റബ്ബേ, നീയുമായിട്ടെടുക്കുന്ന ഒരു സംരംഭമായി ഇതിനെ നീ ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അഅ്മാലുകൾ നന്നാക്കണേ അല്ലാഹ്. മരണപ്പെടുമ്പോ സന്തോഷിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും ഉറച്ച് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖാരിൽ ഖൽഖി കുല്ലിഹിം മൗലായ സ്വല്ലി വസല്ലിം على حبيبك خير الخلق كلهم. സദസ്സ് കണ്ട് ആരംഭപ്പൂവായ പ്രവാചകൻ പുഞ്ചിരിക്കട്ടെ, പരിശുദ്ധമായ പച്ചക്കുബ്ബ കുളിരണിയട്ടെ. മദീനയിലേക്ക് ഈ പരിശുദ്ധമായ മദ്ഹിനെ മലക്കുകൾ കൊണ്ടുപോകട്ടെ. അതുകൊണ്ട് മനസ്സിൽ നിന്ന് മദ്ഹ് വരട്ടെ, മഹബ്ബത്തിലൂടെ നാവിലൂടെ കടന്നു വരട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖാരിൽ ഖൽഖി കുല്ലിഹിം ثم الرضا عن أبي بكر وعمر وعن علي وعن عثمان ذي الكرم مولاي صل
لم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل على حبيبك ربنا يا ربنا 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 مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഒരു മദ്ഹും കൂടെ ചൊല്ലി ദുആയിലേക്ക് കടക്കാം. ആ മദ്ഹ് ഒരുപാട് ആശിഖ്യങ്ങൾ ചൊല്ലിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. ഞാൻ എൻ്റെ സദസ്സിൽ സാധാരണ ചൊല്ലുന്നതാണ്. ഹബീബിനെ കാണണമെന്ന് ആഗ്രഹമുള്ള ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. വലിയ അർത്ഥമുള്ള ഒരു മദ്ഹാണ്. വിശാലമായി സംസാരിക്കാനുള്ള സമയമില്ല. അള്ളാഹു വേണ്ടതുപോലെ പിന്നെ വിശാലമായി കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. Allah 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 Ya Sayyidi irham lana Ya Sayyidi irham lana يا سيدي ارحم لنا يا سيدي ارحم لنا الله 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 إن الدنا ريح الصبا يوما إلى أرض الحرام إن الدنا ريح الصبا يوما إلى أرض الحرام بلغ سلامي روضتها بلغ سلامي روضتها فيها النبي المحترم الله 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 من وجهه شمس الضحى من خده بدر الدجى من وجهه شمس الضحى من خده بدر الدجى من ذاته نور الهدى
الهدى من كفه بحر الهمام من ذاته نور الهدى من كفه بحر الهمام الله 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ الله الملك الجبار يا നാഥനായ ഉടമസ്ഥനായ കരീമായ ഗഫൂർ റഹീമായ അല്ലാഹ് ജല്ല ജലാലായ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണേ അല്ലാഹ് നീ പൊരുത്തപ്പെടണേ അല്ലാഹ് നീ തൃപ്തിപ്പെടണേ അല്ലാഹ് ഇതിന്റെ പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ പാപം ചെയ്യാത്ത ആരും ഇവിടെ ഇല്ല അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സില്ല അല്ലാഹ് ഞങ്ങളൊക്കെ പാപികളാണ് അല്ലാഹ് പടച്ചവനെ പരിശുദ്ധരായ മഅ്സൂമിങ്ങളായ പാപത്തെ തൊട്ട് കാക്കപ്പെട്ട പടച്ചവനെ നിന്റെ അമ്പിയാക്കന്മാർ നീ ഇഷ്ടപ്പെട്ട നിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ ബറക്കത്ത് കൊണ്ട് പാപികളായ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് പടച്ചവനെ പാപം മുഴുവനും നിന്റെ പശ്ചാത്താപം കൊണ്ട് കഴുകിക്കളഞ്ഞ് പരിപൂർണമായ ഒരു സത്യവിശ്വാസം ജീവിക്കുന്നത് പോലെ ജീവിച്ച് യഥാർത്ഥമായി ഈമാനോടെ കാമിലായി മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ദീനീ സംരംഭത്തിന് വേണ്ടി ആരൊക്കെ സഹകരിച്ചോ സഹായിച്ചോ മുമ്പോട്ട് വന്നോ പടച്ചവനെ ഏതൊക്കെ നിലക്ക് സഹകരിച്ചിട്ടുണ്ടോ അല്ലാഹുവേ ഒരു നല്ല വാക്ക് പറഞ്ഞവർ ഒരു നല്ല മൗനം കൊണ്ട് ഒരു നല്ല പുഞ്ചിരി കൊണ്ട് ഒരു സാന്നിധ്യം കൊണ്ട് അവരിതിനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൽ കൊണ്ട് ആരൊക്കെ ഇതിനോട് സഹകരിച്ചിട്ടുണ്ടോ അല്ലാഹുവേ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സംഘടന നോക്കാതെ പടച്ചവനെ സദസ്സിനെ സ്നേഹിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നീ നൽകണേ റബ്ബേ പടച്ചവനെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ തളർത്തല്ലേ അല്ലാഹ് തകർക്കല്ലേ അല്ലാഹ് പടച്ചവനെ ക്യാൻസർ രോഗികൾ പലരുമുണ്ട് അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ പലരും ദ്വാരക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ് പടച്ചവനെ അത്തരത്തിലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് അവർക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ശരീരങ്ങളുടെ അവയവങ്ങളെയും ഞാൻ ഉള്ളും പുറവും നീ കാക്കണേ അല്ലാഹ് പടച്ചവരെ ഞങ്ങളിൽ ഭൂരിഭാഗവും വിവിധങ്ങളായ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ അല്ലാഹ് പലരും രോഗികളായി ഞങ്ങളുടെ വീടിന്റെ ഉള്ളിലാണ് അല്ലാഹ് പടച്ചവനെ മറ്റു പലരും രോഗികളായിട്ട് ഹോസ്പിറ്റൽ കഴിയുകയാണ് അല്ലാഹ് എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ ആളുകളുണ്ട് തമ്പുരാനെ അവരുടെ ഖബറുകൾ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ് സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ് പടച്ചവനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ നേതാക്കന്മാരെയും സയ്യിദന്മാരെയും പടച്ചവനെ വഫാത്തായവർ അല്ലാഹുവേ ഖബറിൽ കിടക്കുന്ന ഉള്ളാള തുപ്പാപ്പ അടക്കമുള്ള പടച്ചവനെ ശിഹാബ് തങ്ങളടക്കമുള്ള അല്ലാഹുവേ അങ്ങനെയുള്ള മഹാന്മാരായ സയ്യിദന്മാർ അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ് പടച്ചവനെ പരിമളമൂറുന്നതാക്കണേ അല്ലാഹ് ഈ സദസ്സിനെ കാണിച്ചു കൊടുത്തവർക്ക് സന്തോഷത്തിന്റെ ഇടം നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന് ഇഖ്ലാസോടെ ഓടി നടക്കുന്ന ഏതൊക്കെ ആലിമീങ്ങളാണോ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായിട്ട് ഇഖ്ലാസോടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മുഴുവൻ പണ്ഡിതന്മാരുടെ കരങ്ങൾക്കും നീ കരുത്ത് പകരണേ അല്ലാഹ് പടച്ചവനെ എല്ലാ പ്രയാസ പ്രതിസന്ധികളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് പടച്ചവനെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ദീർഘമായ ദൂരയാത്രകൾ നടത്തുന്നവരാ തമ്പുരാനെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ തമ്പുരാനെ എല്ലാ അപകട ദുരന്തങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ശരീരം മോർച്ചറിയിൽ കൊണ്ടുവെക്കപ്പെടുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ല റബ്ബേ പടച്ചവനെ ഞങ്ങൾ ഒറ്റപ്പെട്ട് കിടന്നാൽ അല്ലാഹുവേ പടച്ചവരെ അങ്ങനെ പരീക്ഷണം പല മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അവരുടെ ഈമാനിന്റെ കുറവ് കൊണ്ടല്ല പരലോകത്തിൽ അവർക്ക് ഒരുപാട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചിന്തിക്കുമ്പോൾ പാവപ്പെട്ട ഞങ്ങൾക്ക് താങ്ങാൻ ശേഷിയിൽ റബ്ബേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്
നീ ഞങ്ങളെ കാക്കണേ അല്ലോ. മനുഷ്യനറക്കുന്ന വെറുക്കുന്ന രോഗം തന്ന് ഞങ്ങളെ നീ തളർക്കല്ലേ അല്ലോ. ഞങ്ങളെ സമ്പത്ത് നീ പൊരുത്തപ്പെടുന്നതാക്കണേ അല്ലോ. പടച്ചവരെ ഞങ്ങളെ നീ തകർച്ചയുടെ വക്കിലെത്തിക്കല്ലേ അല്ലോ. നിന്റെ മുമ്പിൽ നീട്ടുന്ന കരങ്ങളെ മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിലും നീ നീട്ടാനൊരു അവസരം വരുത്തല്ലേ അല്ലോ. നീ ഉള്ളതിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലോ. മക്കളില്ലാതെ പൊട്ടിക്കരയുന്നവരുണ്ട് തമ്പുരാനെ. പരിസരത്തുള്ള കുഞ്ഞുമക്കളെ ലാളിക്കുമ്പോൾ, അവരെ ഓമനിക്കുമ്പോൾ, അവരെ മുത്തം വെക്കുമ്പോൾ, അവരോട് കിന്നാരം പറയുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകുന്ന ദമ്പതികൾ ഒരുപാടുണ്ട്. മക്കളില്ലാത്തതിന്റെ പേരിൽ വേദന കടിച്ചെടുക്കുന്ന ഒരുപാടുണ്ട്. നീയാ റബ്ബേ മക്കളെ കൊടുക്കുന്നവൻ, നീയാണ് റബ്ബേ മക്കളെ കൊടുക്കുന്നവൻ. നീ മക്കളെ നൽകണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്താണ് ഞങ്ങളുടെ സന്താനങ്ങൾ. ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ മറന്നു പോകുന്ന മക്കളാക്കല്ല റബ്ബേ. ഉഖ്റവിയായ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആബിദീങ്ങളും ഓസാരമായി മഅരിഫത്തിന്റെ ഉടമസ്ഥരുമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ റബ്ബേ. കിബ്റും ഉജ്ബും ഹസദും ഒരു ഖൽബിയായ രോഗം ഉണ്ടെന്ന് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയല്ല റബ്ബേ. പടച്ചവനെ ഈ ബന്ധം സ്വർഗീയമായ ബന്ധമാക്കണേ അല്ലോ. ഞങ്ങൾക്ക് ഇതുപോലെ സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്ത് ഒരുപാട് ദൂരെയാണെങ്കിലും ആ ഒളിവ് കാണാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. ഒരു പ്രഹസന പ്രഭാഷണ പ്രഘോഷണമാക്കി നീ തള്ളിക്കളയല്ല റബ്ബേ. ഞങ്ങളെ നീ ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങളെ നീ പൂർണ്ണമായും പൊരുത്തപ്പെടണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വഅദില്ല അൽ കുഫ്ര വൽ കാഫിരീൻ വഅദില്ല الظلم والظالمين وأذل الكبر والمتكبرين وأذل الحسد والحاسدين وأذل البدعة والمبتدعين وأذل البدعة والمبتدعين وأذل البدعة والمبتدعين. اللهم أعزنا وأعز علماء أهل السنة والجماعة بعزتك يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وإيمانا حكمة كاملة دائمة تامة بحق مصطفى محمد صلى الله عليه وسلم وآل النبي مصطفى محمد صلى الله عليه وسلم وأصحاب النبي مصطفى محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء المرسلين. എല്ലാവരും ദുആ രക്കണം.